CJP പ്രക്ഷോഭം രാജ്യ തലസ്ഥാനത്ത് ആളിക്കത്തുന്നതിനിടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഉറപ്പുകൊടുത്ത പ്രധാനമന്ത്രി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് NDA യോഗത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കും. കുറ്റക്കാരോട് പ്രധാനമന്ത്രിക്ക് യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. नीट के एग्जाम के बारे में आदरणीय प्रधानमंत्री जी ने कहा है कि जब का खबर आए तुरंत सरकार ने कार्रवाई किया और 13 लोगों को अरेस्ट करके जेल में डाल दिया गया है और साथ साथ जो छात्र हैं, स्टूडेंट्स हैं, उनका भविष्य को नुकसान ना हो इसलिए री एग्जामिनेशन नीट का प्राथमिकता दिया गया और री एग्जामिनेशन को सक्सेसफुली सफलतापूर्वक कंडक्ट किया गया और उसका रिजल्ट निकालने में कोई विलंब नहीं किया. CJP പ്രക്ഷോഭം ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ മിനിറ്റുകൾക്കുള്ളിൽ ലോക്സഭ നിർത്തിവെക്കേണ്ടി വന്നു. 12 മണിക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, അപ്പോൾ ഇതിൽ ഏത് വിധേയനെയും ഈ സർക്കാരിനെതിരായ ധർമ്മേന്ദ്ര പ്രധാനെതിരായ നിലവിൽ ഈ മൂവ്മെന്റ് CJP മൂവ്മെന്റിനെ ഒതുക്കുക, അത് അടിച്ചൊതുക്കാൻ ഇന്നലെ തന്നെ പോലീസ് ശ്രമിക്കുകയുണ്ടായി. അതിൽ ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്, ആരുടെ ഉത്തരവുകളാണ് ഈ പോലീസ് നടപ്പാക്കിയത് എന്നൊന്നും അറിയില്ല. പക്ഷേ പല ചർച്ചകൾ അതുവഴി നടക്കുന്നുമുണ്ട്. അതിൽ നിന്നും സമാന്തരമായി തന്നെയാണ് ഇത്തരം ലാത്തിച്ചാർജും കണ്ണീർവാതക പ്രയോഗമൊക്കെ ഉണ്ടായതെന്ന് നമുക്കറിയാം. പക്ഷേ ഏതു വിധേയനെയും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അതിൻ്റെ ഭാഗമായി നിലവിൽ പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് കൊടുക്കുന്നു ശക്തമായ നടപടി ഇതിലുണ്ടാകുമെന്ന്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? ഈ CJP ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങളെ, പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ രാകേഷ്? ശ്യാമിലി, ഡൽഹി കണ്ടിട്ടില്ലാത്ത വലിയ സമരത്തിനാണ് ഇന്നലെ വേദിയായത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് NDA യോഗം ചേർന്നത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം കുറ്റക്കാർക്കെതിരെ, പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു എന്നാണ് യോഗശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വ്യക്തമാക്കിയത്. കാരണം വിദ്യാർത്ഥികളുടെ ഭാവി പ്രധാനമാണ്, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും വേണ്ടതില്ല എന്ന കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യപേപ്പർ ചോർച്ചയിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ നടക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ റിജിജു ഈ യോഗശേഷം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ആരോപണ വിധേയരൊക്കെ തന്നെ ഇതിനോടകം തന്നെ പിടിയിലായി എന്ന് റിജിജു പറയുകയും ചെയ്തു. ഏതായാലും ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ സമരം അത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായി. സർക്കാർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളെത്തി. സർക്കാർ ഏതാണ്ട് 5000 ആളുകളാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ല, അതിൻ്റെ ഇരട്ടി പങ്കാളിത്തം സമരത്തിനുണ്ടായി. പോലീസിനും അത്തരത്തിൽ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമരം പാർലമെന്റ് അടുത്തൊക്കെ തന്നെ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ പോലീസ് നടപടി ഇന്നും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ ബഹളം വെച്ചു പ്രതിപക്ഷ അംഗങ്ങൾ. തുടർന്ന് മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ കടക്കാതെ സഭ നിർത്തിവെക്കുകയായിരുന്നു സ്പീക്കർ ഓം ബിർള. രാജ്യസഭയിൽ ഈ വിഷയം മല്ലികാർജ്ജുൻ ഖർഗെ ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ ലാത്തി ചാർജും കണ്ണീർ വാതക പ്രയോഗവും ഒക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതിന് പിന്നാലെ 12 മണിവരെ രാജ്യസഭ നിർത്തിവെക്കുന്നു എന്ന് രാജ്യസഭാ ചെയർമാൻ കൂടി അറിയിക്കുകയായിരുന്നു. ഏതായാലും CJPയുടെ സമരം തുടരുകയാണ്. ഇന്ന് രാവിലെ ചില നേരിയ വാക്കേറ്റമൊക്കെ തന്നെ പോലീസുമായി ഉണ്ടായി. പ്രത്യേകിച്ച് പാർലമെന്റ് സ്ട്രീറ്റിലേക്ക്, അതായത് ജന്തർ മന്ദിറിന് തൊട്ടടുത്തുള്ള പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് CJP പ്രവർത്തകർ പോകാൻ ശ്രമിച്ചു. ഒക്കെ തന്നെ പോലീസ് തടയുന്ന നടപടിയൊക്കെ തന്നെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ CJP തീരുമാനിച്ചിട്ടുള്ള കാര്യം പാർലമെന്റ് മാർച്ച് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ജന്തർ മന്ദിറിൽ തന്നെ അവർ സമരം തുടരും. ആ സമരം ലക്ഷ്യം കാണുന്നവരെ തുടരുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ പോലീസ് നടപടി, പ്രത്യേകിച്ച് സാധാരണക്കാരായ വിദ്യാർത്ഥികളൊക്കെ തന്നെ അടിച്ചമർത്തുന്ന നടപടിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലീസ് ഏത് വിധേനയും സമരത്തെ അടിച്ചൊതുക്കാൻ നോക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം പാർലമെന്റ് മാർച്ച് വേണ്ട നിലപാടിൽ CJP ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ജന്തർ മന്ദിറിൽ സമരം തുടരും. അവർ 3 ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാരാകട്ടെ അതിൽ ചില ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. ആ ആവശ്യം
അംഗീകരിക്കില്ല. പക്ഷേ മറ്റ് 2 ആവശ്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, വാങ്ചുക്കിനെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കണം, അതിനുശേഷം ജന്തർ മന്ദിറിലെത്തി അദ്ദേഹത്തിന് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ അനുവദിക്കണം. ആ ഒരു ആവശ്യമാണ്, അത് പരിഗണിക്കാമെന്ന നിലപാട് സർക്കാരിനുണ്ട്. മൂന്നാമതായി, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനും അനുഭാവപൂർവ്വമായി പരിഗണിക്കാമെന്ന നിലപാട് സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ ഈ നിലപാട് ഏതായാലും CJP അറിയിച്ചിട്ടില്ല. CJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇനി സർക്കാരുമായി ചർച്ചയ്ക്കില്ല, സർക്കാരിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജന്തർ മന്ദിറിലെത്തി ഞങ്ങളെ അറിയിക്കാം എന്നാണ് ഇപ്പോൾ അഭിജിത് ദീപ്കെ പ്രതികരിച്ചിട്ടുള്ളത്. ശ്യാമിലി. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.